ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴയാണ് ഗായ്സ്. മഴക്കാലമൊക്കെ തുടങ്ങി. ഗുഡ് മോർണിംഗ്. ഹായ് പറഞ്ഞു. ഹായ്. ഞങ്ങൾ മഴ കാണാൻ ഗായ്സ്. വായനൊക്കെ എടുക്കണം. കയ്യ് എന്താ വേണ്ടേ? എന്താ വേണ്ടത്? എന്തോന്? എന്താ എന്താ അവിടെ അവിടെ അത്ര ചാവി ഉണ്ടാ? ചാവി എടുക്കട്ട്. നമുക്ക് എത്തില്ല. എന്തോനെ എത്തുവോ? ആ, എടുത്തിട്ട് വാ. ആ, എടുക്ക്. എവിടെ ചാവി? ഇതാ ചാവി. ഇതാ മോളില്. ഇതാ. ആ, നീ വാ കേറ്. ഇങ്ങോട്ട് കേറ്. എന്തോ വാ, നീ കേറ്. വാടാ. എന്തോ ഇങ്ങോട്ട് വാ. കിട്ടിയോ? ചാവി കിട്ടിയോ? എന്നിട്ടാ ഇതാ അവിടെ തുറക്കുക. എവിടെ കിട്ടിയ? തുറന്നാ? അമ്മ മീൻകാരൻ തുറന്നാ? എന്താ തുറക്ക്. എവിടെ തുറക്കുക? ഹലോ ഗായ്സ്, അമ്മ ശങ്കരാന്തി പണി തുടങ്ങിയവർക്കാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ പണി ചെയ്യോ? അച്ഛമ്മ പണി എടുക്കുന്നത് നോക്കിയിരിക്കാണ്. നന്ദുകുട്ടാൻ വായന്ന് കൈ എടുക്കുന്ന എന്താ? ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ക്രേസി ഫാമിലിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ സംക്രാന്തി പണി തുടങ്ങിയവർക്കാണ്. കർക്കിടക മാസം തുടങ്ങാറായി. അപ്പം അതുകൊണ്ടുള്ള വാതിലും ജനലൊക്കെ കുറച്ച് കേൾക്കലാണ്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നന്ദുമണി പിടിച്ചുകൊണ്ടിരിക്കും അമ്മ പണിയൊന്നും കണ്ടിട്ട്. അപ്പോൾ അതായത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ നന്ദുമോനുള്ള സ്നെഗ്ഗികളാണ്. അപ്പോൾ സ്നെഗ്ഗി ഇപ്പോൾ എനിക്ക് നിർബന്ധമാണ്. നന്ദുമോന് എവിടേക്കെങ്കിലും പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ 2 എണ്ണം വാങ്ങുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാൽ വാങ്ങുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒന്നിച്ച് വാങ്ങിയതാണ്. 750 രൂപയായി. 56 പീസാണ് അതിൽ കേട്ടോ. അപ്പം 4 പാക്കറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് പാമ്പേഴ്സാണ് നിർബന്ധം. അപ്പോൾ എവിടേക്ക് പോകുമ്പോഴും പെട്ടെന്ന് പാമ്പേഴ്സ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് വാങ്ങി വയ്ക്കണു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഏട്ടൻ ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ അതാ അമ്മയുടെ അടിക്കലും കഴുകലും കഴിഞ്ഞ് ഞങ്ങളിതാ ഉച്ച കഴിഞ്ഞിട്ടതാ പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി മഴയ്ക്ക് ഇത്തിരി കമ്മിയുണ്ട്. രാവിലെ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇത്തിരി കമ്മിയാണ്. അപ്പോൾ പുഴയിൽ എന്താ വെള്ളം കൂടിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനും വെറുതെ പിന്നാലെ പോയി. നന്ദുമോനും ദേവുട്ടിയൊക്കെ പുറകെ നീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പുഴയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നന്ദു ഒപ്പം നടക്കണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ ജലദോഷം മാറിയിട്ടില്ല. എപ്പോഴും നല്ല മൂക്കടപ്പാണ്. ഇവരെ പോലുള്ളവർക്ക് വന്നാൽ പെട്ടെന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജലദോഷം.
ഇവനാണെങ്കിൽ ജലദോഷം വന്നാൽ മൂക്കടഞ്ഞ് അത് മാറ്റാനൊന്നും അറിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഗൈസ് നമ്മൾ പുഴയിലെത്തി. ആ പുഴയിൽ വെള്ളം കൂടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തിരി മഴ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കമ്മിയായിരിക്കണു, പക്ഷെ എന്നാലും അധികമൊന്നും കമ്മിയായിട്ടില്ല. അപ്പോൾ ആ പുറത്തേക്ക് വെള്ളം വന്നിട്ടില്ലെങ്കിലും ഈ പുറത്ത് നല്ല വെള്ളമാണ്. നമ്മൾ ഇറങ്ങണ ഭാഗത്തേക്ക് നല്ല വെള്ളമുണ്ട്. അപ്പോൾ നന്ദുമോനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് പേടി. എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ പ്രത്യേകിച്ച് എവിടേക്കും പോവില്ല. വേറെ ആരെങ്കിലും പിടിച്ചെടുക്കുകയാണെങ്കിൽ അവനെ ഇത് മനസ്സിലാവും, അവരുടെ അടുത്ത് എന്ത് കളി നടക്കുന്നു. എൻ്റെ അടുത്താണെങ്കിൽ ആ കളിയൊന്നും നടക്കില്ല എന്ന് അവർ പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അതാ ദേവുട്ടി വന്നപ്പോൾ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളിതാ ഡ്രസ്സൊക്കെ മാറുകയാണ്. ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്ക് നന്ദുമോൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകും കേട്ടോ. ദേവുട്ടി അമ്മയും പിന്നെ വല്യമ്മയും പാടെ പിന്നെയാണ് കുളിച്ച് വന്നത്. അപ്പോൾ ഓക്കെ ഗായ്.